ഹലോ, ഗുഡ് ഈവനിങ്. സുധേ, ഞാൻ ക്ലാസ് ഇന്ന് നൈറ്റ് തന്നെ ഒന്ന് കുറച്ച് നോട്ട്സൊക്കെ പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. അന്ന് ഞാൻ ആക്ച്വലി എന്തുകൊണ്ടാണ് ഹറിബറി ആയിട്ട് കാര്യങ്ങൾ പറയാനിരുന്നേ. അതായത് എനിക്ക് ഈ എക്സാം ഒക്കെ അടുക്കുമ്പോൾ കുറച്ച് ടെൻഷൻ കൂടുതൽ എപ്പോഴും. അതെ, ഞാൻ പഠിക്കുന്ന കാലം മുതലേ അങ്ങനെയായിരുന്നു. ആ ടെൻഷൻ ഫ്രീ ആയിട്ടുള്ളത് ആ കൂടി കോളേജ് ലൈഫിൽ മാത്രമായിരുന്നു കേട്ടോ. സോ വെൽക്കം ബാക്ക് ടു മൈ വ്ളോഗ്. അപ്പോൾ ഇന്നൊരു ക്ലാസ് ആട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്ന ശേഷം ഞാൻ UGC നെറ്റിൻ്റെ പ്രിപ്പറേഷൻ ചെയ്യുന്ന ടൈമിൽ കുറച്ച് നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ചത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. സോ ഇതിൽ നമ്മൾ ഒരു ടെക്സ്റ്റ് ബുക്ക് ഞാൻ കാണിച്ചു തരാം. അതൊരു സെക്കൻഡ് പാർട്ടാണ്. PG ഒക്കെ പഠിച്ചവർക്കുണ്ടെങ്കിൽ ഇത് ഉപകാരമായിരിക്കും. എനിക്ക് ഫസ്റ്റ് പാർട്ടിൻ്റെ ബുക്ക് കൂടി ഞാൻ വാങ്ങാൻ നിന്നതായിരുന്നു, ബട്ട് അത് കിട്ടിയിട്ടില്ല. എനിക്ക് അതാണ് മെയിനായിട്ട് വേണ്ടത്. ബട്ട് ഇത് ഞാൻ കുറേ പഠിച്ച് എത്ര അറ്റൻഡ് ചെയ്തിട്ടും കിട്ടിയില്ല. ലാസ്റ്റ് ടൈം പോയപ്പോൾ സ്പെക്സ് ഉണ്ടായിരുന്നില്ല, കണ്ണും കാണുന്നില്ല, 4 മാർക്കിന് നെറ്റ് എക്സാമിൻ്റെ പോവുകയും ചെയ്തു കേട്ടോ. പക്ഷേ ഇനി ട്രൈ ചെയ്യാണ്ട് വേറെ വഴിയില്ല. ഇപ്പം ഇനിയിപ്പം ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാട്ടോ. ഞാൻ ചാപ്റ്റർ 9 ആണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ലിറ്റററി തിയറി പോസ്റ്റ് വേൾഡ് വാർ 2 പറഞ്ഞിട്ട് ഒന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും UGC നെറ്റിൻ്റെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. ഇതിൽ നോക്കേണ്ട മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം കേട്ടോ. ഒന്ന് വന്നിട്ട് ഹീറോയിക് ഡിഫെൻസ് ഓഫ് ഡെമോക്രസി ഇൻ വേൾഡ് വാർ 2. അതായത് വേൾഡ് വാർ 2 ഹീറോയിക് ഡിഫെൻസ് ഓഫ് ഡെമോക്രസി പറഞ്ഞിട്ടൊരു പോയിന്റ് ഉണ്ട്. ഇതിൽ മെയിൻ പോയിന്റ്സ്, അതായത് ഈ ബുക്കിലില്ലേ ഭയങ്കര ഹെവി ആയിട്ട്, അതായത് ഇങ്ങനെ ഭയങ്കര തിയറി നല്ല ഡീപ്പായിട്ടാണ് എഴുതുന്നത്. അപ്പോൾ നമ്മൾ അതെല്ലാം വായിച്ചൊരു ബുക്ക് മുഴുവനായിട്ട് എത്തുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അപ്പോൾ നമ്മൾ നോട്ട്സും പോയിന്റ്സും ഇങ്ങനെ കുട്ടി ഇങ്ങനെ ഇതായിട്ട് എഴുതുക. ഞാൻ നോർമലി ഒരു നോട്ട്ബുക്കിലാണ് വെക്കുന്നത്. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ടു ഡു ലിസ്റ്റ് എഴുതുന്നു എന്നൊക്കെ പറയില്ല. അപ്പോൾ ആ സമയത്ത് ഒരു ചെറിയ കുട്ടി ഇങ്ങനെ ബുക്ക്ലെറ്റ്സിൻ്റെ ഷോർട്ടായിട്ടുള്ളത് കിട്ടും. അതിൻ്റെ എന്തൊരു പേര് പറയുന്നുണ്ട്, ഞാനത് യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ നോക്കുക കേട്ടോ. അതിലൊക്കെ നിങ്ങൾ ഇങ്ങനെ കുട്ടി പോയിന്റ്സ് ഒക്കെ എഴുതുക. പിന്നെ ഇതിലൊന്ന് വന്നിട്ട് ഹീറോയിക് ഡിഫെൻസ് ഓഫ് ഡെമോക്രസി എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കോമൺവെൽത്ത് കൺട്രീസ് എക്സ് കോളനീസ് ഓഫ് ദ നൗ ലോസ്റ്റ് എംപയർ, അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് ഒന്ന് നോക്കുക. പക്ഷെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പിന്നെ വരാൻ ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇഷ്ടംപോലെ ക്ലാസ്സസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതും കൂടി നോക്കുക. പിന്നെ കൊമേഴ്ഷ്യലൈസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ഗ്രോത്ത് അതും പറയുന്നുണ്ട് കേട്ടോ. അതായത് ലിറ്ററേച്ചർ പറയുമ്പോൾ കുറേ ടൈപ്സ് ഓഫ് ലിറ്ററേച്ചർ ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് PGക്ക് വന്നതിന് ശേഷം കേട്ടോ. അതായത് നമുക്ക് കുറച്ച് ഡീപ്പായിട്ട് പഠിക്കാൻ ഉണ്ടെന്ന് അറിയുന്നത്. അതായത് ഇപ്പോൾ അമേരിക്കൻ ലിറ്ററേച്ചർ, ബ്രിട്ടീഷ് ലിറ്ററേച്ചർ, ഇന്ത്യൻ ലിറ്ററേച്ചർ. ഇതിലിപ്പോൾ ഇന്ത്യൻ ലിറ്ററേച്ചർ നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഒരുപാട് ഓതേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇവരുടെ വർക്കുകൾ, ഇതിനെയൊക്കെ ഉള്ളിലുള്ള ഡീപ്പായിട്ടായിരിക്കും ചോദിക്കും. ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു വർക്ക് എടുത്തിട്ട് ക്രൊണോളജിക്കൽ ഓർഡറിലൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഇത് വർഷങ്ങളോളം നമ്മൾ കുറേ പേര് ഇങ്ങനെ ചെയ്തിട്ട് കിട്ടാത്തവരുണ്ട്. നമ്മളിങ്ങനെ ട്രൈ ചെയ്യല്ലാണ്ട് നമുക്ക് പറ്റുന്നില്ല എന്നല്ല, പറ്റും. പക്ഷെ നമ്മൾ ട്രൈ ചെയ്യുന്നത് ഫ്രീക്വൻ്റ് ആയിട്ട് ട്രൈ ചെയ്യുന്നേ വേണം കേട്ടോ. പിന്നെ എനിക്ക് പറയുമ്പോൾ ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന ഒരു മോഡിൽ പഠിക്കുമ്പോഴാണ്, അതായത് ഞാനൊക്കെ വീട്ടിൽ ഉറക്ക വായിച്ച് പഠിച്ചിരുന്ന ഒരാളായിരുന്നു കേട്ടോ. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ അങ്ങനെ വായിക്കാറില്ല. സീരിയസ്ലി മീൻസ് മൈൻഡിൽ വായിച്ചിട്ടാണ് പഠിക്കുന്നത്. പിന്നെ കുറച്ചൊക്കെ ഫോണിൽ യൂസ് ചെയ്തിട്ടാണ് പഠിക്കാറുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഒന്ന് ചാനലിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഞാൻ എന്നെ തന്നെ കുറച്ചും കൂടി പഠിപ്പിക്കുന്ന പോലെ, അതായത് സ്വയം പഠിക്കുന്ന പോലെ നിങ്ങൾക്കും കുറച്ച് മനസ്സിലാവുന്ന പോലെ ആവും കേട്ടോ. അപ്പോൾ ഇതിൽ വന്നിട്ട് പിന്നെ നറേറ്റീവ് മീഡിയ, പോപ്പുലറൈസേഷൻ ഓഫ് ഓഡിയോ വിഷ്വൽ നറേറ്റീവ് മീഡിയ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ. സാധാരണ ഇത് ഇങ്ങനത്തെ വ്ളോഗ്സ്, ഇങ്ങനത്തെ വീഡിയോസൊക്കെ, ഈ എഡ്യൂക്കേഷണൽ പർപ്പസ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ സൈഡിലില്ലേ ഇവിടെ ഇങ്ങനെ നോട്ട്സ് ഒക്കെ കൊടുക്കുക കേട്ടോ. ഞാൻ ഇപ്പോൾ കൊടുക്കുന്നില്ല. ഇനി അനദർ വ്ളോഗിൽ ഞാൻ കുറച്ചുകൂടി എഡിറ്റിംഗ് ടൈം എടുത്ത് ചെയ്യില്ലേ, അപ്പം ചെയ്യാം കേട്ടോ. സോ പിന്നെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള അപ്പോളജറ്റിക് ആണ്. ഇതൊക്കെ ഞാൻ ഇങ്ങനെ നോട്ട്സ് ആക്കിയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നതാണ്. ഇനി ഇതിൽ ഇങ്ങനെ കുട്ടി ഷോർട്സ് ആക്കിയിട്ട് ഇടുക കേട്ടോ. അതെവിടെ അപ്പുറത്ത് യുവാനിക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ, ഇളക്കാൻ വേണ്ടി നോക്കുകയാണേ. ഇത് ഞാനിപ്പോൾ ഇത് ഇളക്കിക്കഴിഞ്ഞാൽ ക്യാമറ മറിയും, പിന്നെ എൻ്റെ വ്ളോഗ് ഫ്ലോപ്പ് ആവും കേട്ടോ. സോ ഇതിൽ പിന്നെ നോവൽസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം ഈ ബുക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതിനുശേഷം ഇതെല്ലാം ഷോർട്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നത് നമ്മൾ ജനറൽ പേപ്പർ അല്ല, നമ്മുടെ സബ്ജക്ട് പേപ്പറാണ് കേട്ടോ. ഇതിൽ ഇംഗ്ലീഷിൻ്റെ ആട്ടോ, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ആണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് പറയുന്നത് കുറച്ച് നമ്മുടെ ഡ്രാമയെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് എമർജൻസ് ഓഫ് ഡ്രാമ ആസ് എ ലിറ്റററി ഫോഴ്സ് എന്ന് പറയുന്നുണ്ട്. മനസ്സിലായി? എമർജൻസ് ഓഫ് ഡ്രാമ ആസ് എ ലിറ്റററി ഫോഴ്സ്. പിന്നെ 20th സെഞ്ച്വറിയിൽ ഡ്രാമ എങ്ങനെയായിരുന്നു. ആക്ച്വലി ഞാൻ എനിക്ക് എഴുത്ത് മാത്രമല്ല, ഒരു അറ്റൻറ്റീവ്നെസ് കുറച്ച് കൂടുതലുള്ള ആളായിരുന്നു.
ക്ലാസ്സിൽ പഠിക്കും. അതൊരു ടച്ച് വിട്ട് ഇപ്പോൾ ഒരു 30-29 വയസ്സായതുകൊണ്ട് നമ്മൾ എത്രയോ വർഷം കഴിഞ്ഞിട്ട് ഒരു ടച്ച് വിടുന്നുണ്ട്. അപ്പോൾ അത് വീണ്ടും റീകളക്ട് ചെയ്യാൻ നമ്മൾ വീണ്ടും വീണ്ടും റീഡ് ചെയ്യുക, ഫ്രീക്വൻ്റ് ആയിട്ട് ക്ലാസ്സസ് നോക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ. പിന്നെ റിയലിസത്തിനെ കുറിച്ചിട്ട് നോക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡ്രാമ ഓഫ് ഐഡിയാസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഐറിഷ് മൂവ്മെന്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്റ്റീഫൻ ഫിലിപ്സ് പറഞ്ഞ ഒരാളുടെ, അതായത് ഈ ഡ്രാമയിൽ വരുന്ന ആളുകൾ ആരൊക്കെയാണ്, അതായത് ഓതേഴ്സ് ആരൊക്കെയാണെന്നാണ് ഇതിൽ പറയുന്നത്. ജോൺ മെയ്സ്ഫീൽഡ്, ജോൺ ഡ്രിങ്ക് വാട്ടർ, ലാസലസ് ആബർക്രോംബി, ഡോക്ടർ ഗോർഡൻ ബോട്ടംലി, ടി.എസ്. ഏലിയറ്റ്. അതായത് ടി.എസ്. ഏലിയറ്റിന്റെ ഒരു വർക്ക് ഉണ്ട് വേസ്റ്റ് ലാൻഡ് പറഞ്ഞിട്ട്, അത് ഞങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വേസ്റ്റ് ലാൻഡ് എന്ന് പറഞ്ഞാൽ കുറേ വർക്കുകളുണ്ട്. അതായത് ടീച്ചേഴ്സൊക്കെ വന്നിട്ട് ഞങ്ങളോട് ചോദിക്കും ഏതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട്. പിന്നെ ആംഗ്രി യങ്മൻ എന്ന് പറഞ്ഞിട്ടൊരു വർക്ക് ഉണ്ട് ഡ്രാമയിൽ. നോൺ റാഡിക്കൽ സോഷ്യൽ പ്രൊട്ടസ്റ്റേഴ്സ്. ഇത് ഏത് എഡിഷനാണെന്നറിയോ? ഇതെനിക്ക് തോന്നുന്നു ഞാനിത് മേടിച്ചത് 2023 ആ ടൈമിലാണ്. ഈ ബുക്ക് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് മേടിച്ചു കേട്ടോ. ഇനി എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കാം കേട്ടോ അത്. അപ്പോൾ ഇതിൽ വന്നിട്ട് ഇത് വിക്ടോറിയൻ ഡ്രാമ, പിന്നെ വിക്ടോറിയൻ ഡ്രാമാറ്റിസ്റ്റ്, ഇതൊക്കെയാണ് ഡ്രാമയിൽ വരുന്ന കാര്യങ്ങൾ കേട്ടോ. ഡെവലപ്മെന്റ് ഓഫ് ഡ്രാമ ഇൻ പോസ്റ്റ് വാർ, പിന്നെ അതുപോലെ ഇംഗ്ലണ്ട് ആൻഡ് ആഫ്റ്റർ, മേജർ പോസ്റ്റ് വാർ ഡ്രാമാറ്റിസ്റ്റ്, ഇത് ഇവരുടെയൊക്കെയാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ മെയിൻ ട്രെൻഡ്സ് ഇൻ മോഡേൺ ഡ്രാമയിൽ ഏതൊക്കെയാണ് മെയിൻ ട്രെൻഡ്സ് ഉള്ളത് എന്നും പറയുന്നുണ്ട്. ദ ന്യൂ വേ പ്ലേ റൈറ്റ്സ് ഇൻ ദ 1950s ആൻഡ് ആഫ്റ്റർ, ഫ്യൂച്ചർ ഓഫ് ഇംഗ്ലീഷ് ഡ്രാമ, പിന്നെ അതുപോലെ തന്നെ ഡ്രാമാറ്റിസ്റ്റ് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇതിൽ വരുന്ന വേറെ കുറച്ച് ആളുകളാണ് ബെൻ ജോൺസൺ, ജോൺ ഡ്രൈഡൻ. ഈ കോണ്ടൻസിൽ എടുത്ത് നോക്കിയാൽ ഇത് തന്നെ നിങ്ങളൊരു നോട്ടാക്കി വെക്കുക. അതായത് ഇവിടെ തന്നെ ഉണ്ട് എല്ലാ ഓതേഴ്സിൻ്റെയും. അത് പോയിന്റ് ആക്കിയിട്ട് എഴുതുക കേട്ടോ. അപ്പോൾ എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്കത് കിട്ടും. അതുപോലെ യുജീൻ ഗ്ലാഡ്സ്റ്റോൺ ഓണീൽ, ആർതർ മില്ലർ, ഗിരീഷ് രഘുനാഥ് കർണാട്, ഇതൊക്കെയാണ് ഡ്രാമയിൽ വരുന്നത് കേട്ടോ. പിന്നെ സെക്കൻഡ് വന്നിട്ട് പോയട്രി പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. പിന്നെ മൂന്നാമത് ഫിക്ഷൻ ഷോർട്ട് സ്റ്റോറി പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് കേട്ടോ. പിന്നെ നോൺ ഫിക്ഷണൽ പ്രോസ് ഉണ്ട്. ദ ലാംഗ്വേജ്, ബേസിക് കോൺസെപ്റ്റ്സ്, തിയറീസ് ആൻഡ് പെഡഗോജി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഇൻ ഇന്ത്യൻ ഇംഗ്ലീഷിലെ ഹിസ്റ്ററി, എവല്യൂഷൻ ആൻഡ് ഫ്യൂച്ചേഴ്സ് പറഞ്ഞിട്ടൊരു കാര്യം കൂടി പറയുന്നുണ്ട്. പിന്നെ കൾച്ചറൽ സ്റ്റഡീസ് ഉണ്ട് കേട്ടോ. കൾച്ചറൽ സ്റ്റഡീസും ഉണ്ട്, ലിറ്ററേച്ചറിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലിറ്റററി ക്രിറ്റിസിസം, ലിറ്റററി തിയറി, പോസ്റ്റ് വേൾഡ് വാർ 2 ഉണ്ട്. പിന്നെ റിസർച്ച് മെത്തേഡ്സ് ആൻഡ് മെറ്റീരിയൽസ് ഇൻ ഇംഗ്ലീഷ്, റിസർച്ച് മെത്തേഡ്സും മെറ്റീരിയൽസ് ഇംഗ്ലീഷിലുള്ള കുറച്ച് കാര്യങ്ങൾ. ഇത് നമ്മൾ ഈ പോർഷൻ ഞങ്ങൾ അവസാനമായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് PG പഠിക്കുന്ന സമയത്ത്. അതായത് റിസർച്ചിൻ്റെ പേപ്പർ നമുക്ക് ഡിസർട്ടേഷൻ എങ്ങനെയാണ്, പ്രൊജക്റ്റ് എങ്ങനെയാണ്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങളുടെ ടീച്ചേഴ്സ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ സ്റ്റുഡൻസും അവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ടാണ് ഇതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കമ്പനിയിൽ, അതായത് നിങ്ങളുടെ ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഇത് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി, അതായത് എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഡിസ്കസ് ചെയ്ത് പഠിക്കില്ല, അത് കുറച്ചുകൂടെ ഭംഗിയായിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ കൂടെയൊക്കെ ഇരുന്ന് നന്നായിട്ട് പഠിക്കുക, അങ്ങനെ ഡെയിലി ഫ്രീക്വൻ്റ് ആയിട്ട് അത് ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഡ്രാമയെ കുറിച്ചിട്ട് പറയാം. അതിന് മുമ്പ് ഇതിലിങ്ങനെ നമുക്കിങ്ങനെ UGC നെറ്റിൽ എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അതായത് മാച്ച് ദ ഫോളോയിങ്. അതെപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല മാച്ച് ദ ഫോളോയിങ് എന്ന് പറയുന്നത്. അതിലൊന്നാണ് എഡ്ഗർ അലൻ പോ, EM ഫോസ്റ്റർ, കാതറിൻ മാൻസ്ഫീൽഡ്, സൽമാൻ റുഷ്ദി വേണ്ട ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. അതിൽ സെക്കൻഡ് ലിസ്റ്റാണ് അവരുടെ വർക്കുകളാട്ടോ. ഇവർ 4 പേരും ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. ദ ഫാൾ ഓഫ് ദ ഹൗസ് ഓഫ് അഷർ, പ്രൊഫറ്റ്സ് ഹെയർ, ഗാർഡൻ പാർട്ടി, സെലസ്റ്റിയൽ ഓംനിബസ്, ഇങ്ങനെയായിരിക്കും. അതായത് ഓതറിനെ ഷഫിൾ ചെയ്ത് തരും. പിന്നെ അതുപോലെ തന്നെ ലിസ്റ്റ് 2 തരുന്നത് അവരുടെ വർക്കുകൾ ഷഫിൾ ചെയ്യുന്നിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ചെയ്തിട്ട് എന്താണ് ഇതിൽ ഏതാണ് വരുന്നത് അതിൽ ഓപ്ഷൻ A കൊടുക്കുക അല്ലെങ്കിൽ ഓപ്ഷൻ B കൊടുക്കുക, അങ്ങനെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ UGC നെറ്റിൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡൽ വരുന്നത്. ഭയങ്കര ടഫായിരിക്കും, നമുക്കത് പെട്ടെന്നൊന്നും കിട്ടില്ല. അത് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചാൽ തന്നെ കിട്ടത്തുള്ളൂ. അപ്പോൾ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട, ഇനിയും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് നമ്മൾ മാക്സിമം എഫേർട്ട് ഇടുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഒരു കാര്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ എക്സാമിന് ഫെയിലായി പറഞ്ഞിട്ട് നമ്മൾ സങ്കടപ്പെട്ടിരിക്കരുത്, ഡൗൺ ആയി ഇരിക്കരുത്. നമ്മൾ മാക്സിമം എഫേർട്ട് ഇട്ടുകൊണ്ടേയിരിക്കുക. മാക്സിമം എത്രത്തോളം എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നു അത്രത്തോളം നമുക്കത് പഠിച്ചെടുക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാവും. അതായത് ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും സ്കൂളിൽ പഠിക്കുമ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന മാർക്കിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാത്ത ആളായിരുന്നു കേട്ടോ. ഇത് ഞാൻ ചുമ്മാ തള്ളുന്നു എന്നിട്ട് ഉള്ള കാര്യം ഓപ്പണായിട്ട് പറഞ്ഞത്. ഞാൻ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും, എനിക്ക് കൂടുതൽ മാർക്ക് കിട്ടിയാലും കുറഞ്ഞ മാർക്ക് കിട്ടിയാലും വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്നില്ല. അതായത് നമുക്ക് കിട്ടുന്ന നോളേജ് മാക്സിമം പഠിച്ചെടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാം
റിസോഴ്സസ് നമുക്ക് മുന്നിലെല്ലാം അവൈലബിൾ ആണ്. അപ്പം അതും അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ്ഫുൾ ആക്കാനായിട്ട് നോക്കുക കേട്ടോ. പിന്നെ ഇതിൽ കുറച്ച് പേപ്പറൊക്കെ പറയുന്നുണ്ട്. ഇത് ശരിക്കും 2019 ക്വസ്റ്റ്യൻ പേപ്പർ ആട്ടോ. നിങ്ങളത് കിട്ടുകയാണെങ്കിൽ ഒന്ന് ചെയ്തോളൂ. ഇനി ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഒരുപാട് ഹിന്ദിക്കാരൊക്കെ, എനിക്ക് തോന്നുന്നു മലയാളീസ് ഒന്നും അധികം ഇടുന്നില്ല തോന്നുന്നില്ല UGC. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ കോമ്പറ്റേറ്റീവ് ക്രാക്കേഴ്സിൻ്റെ ഒക്കെ നോക്കിയിട്ടോ ഞാൻ പഠിക്കുക. അത് നന്നായിട്ടുണ്ട്. അടിപൊളി ക്ലാസ്സസ് ഒക്കെ ഉണ്ട് കേട്ടോ. കേട്ടറ്റിൻ്റെ ഒക്കെ നന്നായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ഡ്രാമയെ കുറിച്ചിട്ട് നമുക്ക് പറയാം. ഞാനിതിങ്ങനെ തിയറി ബൈ ഹാർട്ട് ചെയ്തിട്ട് ജസ്റ്റ് പോയിട്ട് എഴുതിയത് കൊണ്ട് വരും. ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത്. അപ്പം അതിങ്ങനെ നോക്കാനായിട്ട് ശ്രമിക്കുക. അതായത് എമർജൻസ് ഓഫ് ഡ്രാമ ആസ് എ ലിറ്റററി ഫോഴ്സ്, അതായത് ഇംഗ്ലീഷ് ഡ്രാമയെ കുറിച്ച് പറയാണ്. അതായത് മോഡേൺ ഏജിൽ ഉണ്ടായിരുന്ന ഇംഗ്ലീഷ് ഡ്രാമയെ കുറിച്ചിട്ട് പറയണം. അതായത് ഇത് 2 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്രോസ് ഡ്രാമ, അതുപോലെ തന്നെ നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള പ്രോസ് ഡ്രാമയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ നാച്ചുറലിസ്റ്റിക് പ്രോസ് ഡ്രാമ എന്ന് പറയുന്നത് കണ്ടംപററി സോഷ്യൽ പ്രോബ്ലംസ് ആണ് മെയിനായിട്ട് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് വേരിയസ് ആംഗിൾസിലൂടെയാണ് പോകുന്നത്. ഷോ ആൻഡ് ഗാൽസ്വർത്തി ആർ ദ ചീഫ് എക്സ്പൊണൻസ് ഓഫ് ദിസ് റിയലിസ്റ്റിക് പ്രോസ് ഡ്രാമ. അതായത് ബെർണാഡ് ഷായും ഗാൽസ്വർത്തിയാണ് ഈ ഡ്രാമയുടെ മെയിൻ ആയിട്ടുള്ള ആൾക്കാർ. അതായത് ഞാനില്ലേ ക്ലാസ്സിലിരിക്കുമ്പോൾ എനിക്ക് ടീച്ചേഴ്സ് പറഞ്ഞു തന്നിട്ടുള്ളത് ബെർണാഡ് ഷാ പറയുന്ന ആളെ കുറിച്ചിട്ടാണ് ആദ്യം ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടത്. അതായത് ബെർണാഡ് ഷാനെ കുറിച്ചിട്ട് നമ്മൾ ഡ്രാമ പഠിക്കുമ്പോൾ ബെർണാഡ് ഷാനെ കുറിച്ചിട്ടായിരിക്കണം ആദ്യം അയാളുടെ വർക്കും ബുക്സൊക്കെയാണ് അതായത് ഒന്ന് പഠിക്കുകയല്ല, വായിച്ചിട്ട് മനസ്സിലാക്കി എടുക്കേണ്ടത്. അതായത് അയാൾക്ക് ഡ്രാമയോടുള്ള പേഴ്സ്പെക്റ്റീവ്സ് എന്താണ്. ഇപ്പോൾ നമുക്ക് വരുന്ന പ്രൊഫസേഴ്സ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ഒരു 5-6 പ്രൊഫസേഴ്സ് ഉണ്ടെങ്കിൽ 6 പ്രൊഫസേഴ്സിനും ഒരേ ഡ്രാമാറ്റിസ്റ്റ് ആയിരിക്കും ഇഷ്ടം ഉണ്ടാവുക. അതായത് എല്ലാവർക്കും ഇപ്പം നമുക്കും ഉണ്ടാവും വ്യത്യസ്തമായിട്ട് ചില ആളുകളോടൊരു ഇഷ്ടം പോലെ ചില ഓതേഴ്സിനോടൊരു ഇഷ്ടം ഉണ്ടാവും. അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ എനിക്ക് ബെർണാഡ് ഷാൻ്റെ ചില അന്ന് ടീച്ചറൊക്കെ ക്ലാസ് എടുത്ത് തരുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ബെർണാഡ് ഷാനെ കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ അത് എത്രയോ 10 വർഷം മുമ്പായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. 10-11 വർഷം മുമ്പ് എന്തുമായിരുന്നു ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു കേട്ടോ അത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ റിവൈവൽ ഓഫ് പോയറ്റിക് ഡ്രാമ പറയും. പോയറ്റിക് ഡ്രാമയുടെ റിവൈവലിനെ കുറിച്ചിട്ട് നോക്കുക. പിന്നെ അതുപോലെ തന്നെ 20th സെഞ്ചുറിയുടെ ബിഗിനിങ്ങിലെ ഡ്രാമ എങ്ങനെയാണ് അതിനെക്കുറിച്ച് നോക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് വന്നിട്ട് 1920 റീബർത്ത് പറഞ്ഞിട്ടൊരു സംഭവം പറയുന്നുണ്ട്. ഇതിൽ ആബേ തിയേറ്റർ ഇൻ ഡൂബ്ലിൻ, WB ഈറ്റ്സ്. പിന്നെ അതുപോലെ തന്നെ റിവൈവ് പോയട്രി ഓൺ ദ സ്റ്റേജ് ബട്ട് ഹി ലാക്ഡ് ദി എസെൻഷ്യൽ ക്വാളിറ്റീസ് ഓഫ് ഡ്രാമാറ്റിസ്റ്റ്. അതായത് WB ഈറ്റ്സിന് ശരിക്കും ഒരു ഡ്രാമാറ്റിസ്റ്റിന്റെ ക്വാളിറ്റി ഇല്ല എന്നാണ് ഇതിൽ പറയും. ബുക്കിൽ ഇങ്ങനെയാട്ടോ എഴുതിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്റ്റീഫൻ ഫിലിപ്സിന്റെ ജനന സമയവും അതുപോലെ തന്നെ മരണസമയവും ഇതിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇയാളുടെ ഹിസ്റ്ററി ഓഫ് പോയറ്റിക് ഡ്രാമ, സോറി ടു എൻ്റെ പ്രൊണൗൺസിയേഷൻ മിസ്റ്റേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇഗ്നോർ ദ ഫോൾസ്. ഓക്കെ, ഫോൾസ് അല്ല കേട്ടോ, ഫോൾട്സ്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ഫിഗർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് പോയറ്റിക് ഡ്രാമ. ഹി റോട്ട് എ നമ്പർ ഓഫ് ബ്ലാങ്ക് വേഴ്സ് പ്ലേസ്. അതായത് ബ്ലാങ്ക് വേഴ്സ് ഇഷ്ടം പോലെ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഹെറോഡ് യൂളീസസ്. നമ്മൾ യൂളീസസിന്റെ സ്റ്റോറി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു രാജാവാണ്. അതായത് ഈ ഒരു ഭയങ്കര ഫാന്റസിക്കൽ ആട്ടോ. കാരണം നമുക്ക് റിയൽ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് കണക്ഷൻ ഉണ്ടാവില്ല. ഭയങ്കര ഫാന്റസി. അതായത് ഇയാൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു, അങ്ങനെയൊക്കെയാണ് ഇയാളൊരു കഥ കാണിക്കുന്നത്, യൂളീസസിന്റെ കഥ. പിന്നെ അതുപോലെ തന്നെ സൺ ഓഫ് ഡേവിഡ് ആൻഡ് നിറോ, ബട്ട് ഹി ഹാഡ് ലിറ്റിൽ പോപ്പുലർ അപ്പീൽ. മേസ്ഫീൽഡ് ടു എക്സ്പെരിമെന്റഡ് ഇൻ പോയറ്റിക് ഡ്രാമ ബട്ട് ഹാഡ് ഓൺലി എ ലിമിറ്റഡ് സക്സസ്, while Gordon Bottomley, who wrote a number of quite powerful poetic plays, so hope for this form only in amateur theatre. നമ്മൾ അമച്വർ തിയേറ്ററൊക്കെ നിങ്ങൾക്ക് ടീച്ചേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് എല്ലാം ChatGPT അവൈലബിൾ അല്ല. അതിലിങ്ങനെ ജസ്റ്റ് ഒരു ടോപ്പിക് അടിച്ചു കൊടുത്താൽ കറക്റ്റ് എല്ലാ പോയിന്റ്സും നമുക്ക് കിട്ടും. നമ്മൾ അതിനോട് ഇൻട്രാക്ട് ചെയ്യുന്ന പോലെ, നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഇൻട്രാക്ട് ചെയ്യുന്ന പോലെ ചോദിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ChatGPT ഇതൊന്ന് അടിച്ചു നോക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം കേട്ടോ നിങ്ങൾ. പിന്നെ ഗ്ലിറ്ററിങ് ഗേറ്റ് പറഞ്ഞിട്ടൊരു വർക്ക് ഉണ്ട്. പിന്നെ പോയറ്റിക് ഡ്രാമ, ക്രിസ്റ്റഫർ ഫ്രൈ, തിയേറ്റർ ഓഫ് വേർഡ്സ് ആൻഡ് കോമഡി ഓഫ് മൂഡ്സ്. അപ്പോൾ ഞാൻ ഇത്രയും നേരം വായിച്ചത് ഈ ഒരു പാരഗ്രാഫാട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളൊരു പാരഗ്രാഫാണ്. അത് അത്രയും എഴുതിയിട്ടുണ്ട് അവർ. അപ്പോൾ ഞാൻ എന്തായാലും പ്രൊലോങ് ചെയ്യുന്നില്ല കേട്ടോ. പ്രൊലോങ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ബോറാവും. അപ്പോൾ ഞാൻ പാർട്ടായിട്ട് ഓരോന്നിടും. ഞാൻ അടുത്തത് 20th സെഞ്ചുറി ഡ്രാമ കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 20th സെഞ്ചുറി ഡ്രാമയെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾ വേറെയും ആൾക്കാരുടെ വ്ളോഗ്സ് ഇതിൻ്റെയൊക്കെ കാണുക കേട്ടോ. പിന്നെ ChatGPT യൂസ് ചെയ്യുക, ഗൂഗിൾ, പിന്നെ ബുക്സ്, മെറ്റീരിയൽസ്, സ്റ്റഡി മെറ്റീരിയൽസ്, ഇതെല്ലാം യൂസ് ചെയ്യുക കേട്ടോ. ഇന്നത്തോടെ ഈ ക്ലാസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാൻ പോകുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തൂ കേട്ടോ. എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വീഡിയോസിൽ വരുത്തണമെങ്കിൽ, അതായത് ക്ലാസ്സസിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ, അതുപോലെ തന്നെ എന്തെങ്കിലും
കറക്ഷൻസ്, അതായത് ഞാൻ എടുക്കുന്ന ക്ലാസ്സിൽ എന്തെങ്കിലും മിസ്റ്റേക്സോ കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടോളൂ കേട്ടോ. പിന്നെ ഇനി കുറച്ച് ദിവസത്തേക്ക് കുറച്ച് വ്ളോഗ്സും ഡെയിലി വ്ളോഗ്സും ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സും പിന്നെ അതുപോലെ തന്നെ ക്ലാസ്സസ് ഒക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട്. ഇപ്പം ഞാൻ നല്ലോണം ഫ്രീ ആണ്. അപ്പോൾ ഇപ്പം തൽക്കാലം എനിക്ക് എക്സാംസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എന്തെങ്കിലും എക്സാംസും കാര്യങ്ങളുള്ള സമയത്ത് ഞാൻ കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ക്ലാസ്സസ് എടുക്കാം കേട്ടോ. എന്തെങ്കിലും നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ, വാല്യുബിൾ ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഒക്കെ കമന്റ് ബോക്സിൽ ഇടുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വ്ളോഗ്. താങ്ക് യു.